ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയും ഡോക്ടർ അബ്ദുൽ ഖാദറിനെയുമാണ്. ഒരാൾക്ക് രോഗം വന്നാലേ അത് ചികിത്സിച്ച് ഭേദമാക്കുന്നവരാ ഡോക്ടർ. അതേപോലെ ഇവന് വന്ന അസുഖത്തിന്റെ കാരണം നീയാണ്. ഇത് കേൾക്കുന്ന അവന്തിക ചോദിക്കുകയാണ്, ഡോക്ടർ എന്താ ചികിത്സിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? നിനക്കൊരു വിചാരമുണ്ട് നീ എല്ലാവർക്കും മേലെയാണെന്ന്. സമൂഹത്തിന് തെറ്റുകൾ മാത്രം കാട്ടിക്കൊടുക്കുന്ന നിന്റെ ഈ ജീവിതമുണ്ടല്ലോ, അത് നീ തന്നെ സൗകര്യം പോലെ മാറ്റിയെടുത്തോണം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടിയുണ്ട്, പലരും കാണാൻ കാത്തിരിക്കുന്ന ഒരു രംഗം. അതിപ്പോ ഇന്നിവിടെ സംഭവിക്കാൻ പോവുകയാണ്. പിന്നെ എടാ, നീ കണ്ണു തുറന്നു വെച്ച് കണ്ടോണം, ഇതിങ്ങനെ എപ്പോഴുമൊന്നും കാണാൻ സാധിക്കുന്നതല്ല. ഇത് കേൾക്കുന്ന അജയനും ഒരു ഞെട്ടലോടെ ഡോക്ടറെ നോക്കുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തികയുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ് ഡോക്ടർ അബ്ദുൽ ഖാദർ. അടിയുടെ ആഘാതത്തിൽ നിലത്തേക്ക് വീഴുകയാണ് അവന്തിക. ഒരെണ്ണത്തിൽ നിർത്തരുതെന്നാ കരുതിയത്, പക്ഷേ ഒരെണ്ണം കൂടിയേ നീ താങ്ങില്ല. ഇതോടെ എല്ലാം നിർത്തുന്നതാ നിനക്ക് നല്ലത്. ഇത് കേൾക്കുന്ന അവന്തിക അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ആഹാ, കണ്ണെല്ലാം നിറഞ്ഞ് ഒഴുകുന്നുണ്ടല്ലോ. ഇനി ഇതുപോലെ കണ്ണ് നിറയുന്ന അവസ്ഥ നീയായിട്ട് ഉണ്ടാക്കി വെക്കരുത്. മര്യാദയ്ക്ക് ആ നെല്ലിശ്ശേരിയിലുള്ളവരുമായിട്ട് പോയി ജീവിക്കാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ തിരിയുകയാണ്. അതിനുശേഷം അജയൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഇനി മേലാൽ നീ അവളെ കാണുകയോ അവളുമായിട്ട് എന്തെങ്കിലും ഗൂഢാലോചന നടത്തുകയോ ചെയ്താലേ നിന്റെ ഈ ഓവർ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഞാനങ്ങ് തീർക്കും. നിന്റെ മേഡത്തിനിപ്പോൾ കിട്ടിയത് നീ കണ്ടല്ലോ. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ എല്ലാവർക്കും കൊള്ളാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഖാദർ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അജയൻ വന്ന് പറയുകയാണ്, മേഡം, ആ അർച്ചൻ അവിടെ എങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല. ആ അർച്ചനെ നമ്മളാൽ തോൽപ്പിക്കാൻ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ അജയൻ്റെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് അവന്തിക. തുടർന്ന് അജയൻ പറയുകയാണ്, മേഡം, ആ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നും കുറേ അടി കൊണ്ടു. കയ്യിലുണ്ടായിരുന്ന കാശും നഷ്ടപ്പെട്ടു പോയി. എന്തെങ്കിലും പൈസ തന്നിരുന്നെങ്കിൽ. പൈസയോ? ഇനി മേലാൽ നീ എൻ്റെ കൺമുന്നിൽ പോലും വന്നു പെടരുത്. നീ ഇപ്പോൾ ജീവനോടെ നടക്കുന്നത് തന്നെ നിന്റെ ഭാഗ്യമാ. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നടന്ന കാര്യങ്ങളെല്ലാം അവന്തിക അനഘയോട് പറയുമ്പോൾ അനഘ പറയുകയാണ്, അവൻ ചേച്ചിയെ തല്ലിയപ്പോൾ ചേച്ചിക്കെന്താ തിരിച്ചു തല്ലാൻ പാടില്ലായിരുന്നു. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, പ്രതീക്ഷിക്കാതിരുന്ന സമയത്താ അടി കിട്ടിയത്. അതിന്റെ ഞെട്ടലിലായിരുന്നു ഞാൻ. ഇനി ഒരിക്കലും ഈ അവന്തികയുടെ കണ്ണ് നിറയില്ലെന്ന് ശബ്ദമെടുത്തതായിരുന്നു ഞാൻ. പക്ഷേ ഇന്നത്തോടെ അതെല്ലാം മാറി മറിഞ്ഞു. ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, ചേച്ചിയാ പറഞ്ഞത് എന്റെയും സന്ദീപിന്റെയും വിവാഹം നടത്തി തരാമെന്ന്. കിളവന്റെ കയ്യിൽ നിന്ന് വരെ ഞാൻ അടി വാങ്ങിച്ചു. പക്ഷേ ചേച്ചിക്കുണ്ടായ അപമാനത്തിന്റെ അത്രയുമൊന്നും ഇത് ഒന്നുമല്ല. നാളെ സന്ദീപിനെ കൊണ്ടുവരുമെന്നല്ലേ അവള് ഇവിടെയുള്ള എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. നാളെ സന്ദീപിനെ കൊണ്ട് അവള് ഇവിടേക്ക് വരാൻ പാടില്ലെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അത് നടക്കില്ല. സേതുമാധവൻ ഇപ്പൊ നമുക്ക് അവസാനത്തെ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഇനി നമ്മളായിട്ട് കളഞ്ഞു കുളിക്കാൻ പാടില്ല. ഇനി ഓരോന്ന് നോക്കിയും കണ്ട് ചെയ്തില്ലെങ്കിലേ നമ്മൾ ഇവിടുന്ന് പുറത്താകും. എന്താണെങ്കിലും എന്റെ ദേഹത്ത് കൈവച്ച് അവനെ ഞാൻ വെറുതെ വിടാനേ പോകുന്നില്ല. ഇന്ന് അവന്തിക കരഞ്ഞതുപോലെ ഡോക്ടർ സന്ധ്യയും നാളെ ഒരിക്കൽ കരഞ്ഞിരിക്കും. നേരം പുലർച്ചെയാകുന്നു. സേതുമാധവനെ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുകയാണ് അവന്തികയും അനഘയും. എൻ്റെ മോനെ കാണാതെ എനിക്ക് ആഹാരമൊന്നും വേണ്ടെന്ന് സേതുമാധവൻ പറയുമ്പോൾ അങ്ങോട്ടേക്ക് സന്ദീപ് വരികയാണ്. സന്ദീപിന്റെ അവസ്ഥ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അനഘയും സേതുമാധവനും. സേതുമാധവൻ സന്ദീപിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. സന്ദീപിന്റെ അവസ്ഥ കണ്ട് ദേഷ്യത്തോടെ അനഘ അവന്തികയെ നോക്കുന്നു. എന്ത് കോലമാടാ നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നതേയില്ല. എൻ്റെ മക്കൾക്കെല്ലാം ഞാൻ അധികം സ്വാതന്ത്ര്യം കൊടുത്തുപോയി. അതാ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇനി ഇവിടെ ഉള്ളവരോട് പറയാതെ കൂട്ടുകാരുമൊത്തുള്ള യാത്രയും കൂടാതെ ട്രിപ്പെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാനും ആരും വിചാരിക്കേണ്ടെന്ന് കൂടി നോക്കിക്കൊണ്ട് സേതുമാധവൻ പറയുകയാണ്. തുടർന്ന് സേതുമാധവൻ പിന്നെയും സന്ദീപിനെ വഴക്കു പറയുമ്പോൾ സച്ചി പറയുകയാണ്, അച്ഛാ, ആരും വഴക്കു പറയില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ അവൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് സമ്മതിച്ചത്. ശരി, എൻ്റെ മോനെ ഇനി ഈ അച്ഛനൊന്നും പറയുന്നില്ല. എൻ്റെ മോൻ പോയി റെസ്റ്റ് എടുത്തോ. എൻ്റെ മോനെ ജീവനോടെ ഈശ്വരൻ തന്നല്ലോ, അത് മാത്രം മതി എനിക്കെന്ന് സേതു പറയുന്നു. അങ്ങനെ സേതുവിനെ കൊണ്ട് സ്നേഹ മുറിയിലേക്ക് പോകുമ്പോൾ സന്ദീപിനെ കൊണ്ട് സച്ചി മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് അവന്തികയും അനഘയും മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അർച്ചന പറയുകയാണ്, നിങ്ങളവിടെ നിന്നേ. എൻ്റെ മുന്നിൽ തോറ്റുപോയല്ലേ. ഞാൻ മത്സരിക്കണമെന്ന് നിങ്ങൾക്ക് വലിയ വാശിയായിരുന്നല്ലോ. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾ എനിക്ക് പറ്റുന്ന എതിരാളിയല്ലെന്ന്. ഇതോടുകൂടി ഒരു പാഠം പഠിച്ച് മര്യാദയ്ക്ക് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. അത്രയും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന അർച്ചന അവന്തികയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അല്ല, അന്ന് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, തല മുട്ടയടിച്ച് പുള്ളി കുത്തി വന്ന് നിൽക്കുമെന്ന്. അപ്പോൾ എങ്ങനെയാ, അതിനുള്ള ആളെ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ തല കുനിച്ച് നിൽക്കുകയാണ് അവന്തിക. അതെ, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. മുമ്പിലുള്ളത് ആരാണെന്നെങ്കിലും ഓർക്കണം. തുടർന്ന് അനഘയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അർച്ചന പറയുകയാണ്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, നടക്കാത്ത കല്യാണത്തിന് വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങാൻ നിൽക്കരുതെന്ന്. അങ്ങനെ വിവാഹം നടത്താൻ വേണ്ടിയേ നിന്റെ ചേച്ചിയുടെ പേര് അർച്ചനയെന്നും
നിന്റെ പേര് ആതിരയൊന്നുമല്ല. ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വാക്കു കൊടുക്കുന്ന ചേച്ചിയും അത് വിശ്വസിക്കുന്ന അനിയത്തിയും കഷ്ടം തന്നെ. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന മുറിയിലേക്ക് പോകുമ്പോൾ നാണം കെട്ട് നിൽക്കുകയാണ് അവന്തികയും അനഘയും. പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ മടിയിൽ കിടക്കുന്ന സന്ദീപിനെയാണ്. അതേസമയം അർച്ചനയും അങ്ങോട്ടേക്ക് വരുന്നു. അർച്ചനെ ഇവനിപ്പോൾ പറയുന്നത് ഇവരുടെ വിവാഹകാര്യം എല്ലാവരെയും അറിയിക്കണമെന്നാണ്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ആദ്യം നീ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ ജീവിതത്തിലേക്ക് വാ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. അനിയത്തിക്ക് വേണ്ടിയല്ലേ നീ ഇത്രയും തല്ലൊക്കെ കൊണ്ടതെന്ന് അർച്ചന പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, ആതിരയ്ക്ക് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ്. പക്ഷേ ഞാൻ ആതിരയുടെ ആരാണെന്നും ആതിര എൻ്റെ ആരാണെന്നും രണ്ട് വീട്ടുകാരെയും നിങ്ങൾ അറിയിക്കണം, അത്രമാത്രം. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് വരുന്ന സച്ചി ടെൻഷനോടെ നടക്കുന്നതാണ്. ഇതുവരെ ഞാനോ അച്ഛനോ അവനെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. അവനാണ് വേദന സഹിക്കാനാകാതെ അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നതെന്ന് സച്ചി പറയുമ്പോൾ സച്ചിയെ സമാധാനപ്പെടുത്തുകയാണ് അർച്ചന. ഇപ്പം നമുക്ക് ആവശ്യം നമ്മുടെ ചെറുക്കനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, എടോ നമ്മളന്നൊരു യാത്ര പ്ലാൻ ചെയ്തില്ലേ, താനും ഞാനും ആതിരയും സന്ദീപുമായിട്ട്. താൻ എവിടെയെങ്കിലും പ്ലാൻ ചെയ്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് കൊണ്ട് സച്ചി മുറിയിൽ നിന്നും പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപ് വൃന്ദാവനത്തിലേക്ക് വരുന്നതാണ്. സന്ദീപ് ആതിരയുടെ മുറിയുടെ ജനാലയിൽ വന്ന് തട്ടുകയാണ്. ജനൽ തുറക്കുന്ന ആതിര സന്ദീപിനെ കണ്ട് സന്തോഷത്തോടെയും വിഷമത്തോടെയും നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.